ക്ലീൻ കളക്ടറേറ്റ് തുരുമ്പെടുത്ത വാഹനങ്ങൾ മാറ്റി തുടങ്ങി. പാലക്കാട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പാലക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വാഹനങ്ങൾ നീക്കാൻ തുടങ്ങിയത്. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ നിർദ്ദേശപ്രകാരം കളക്ടറേറ്റിലും പരിസര പ്രദേശങ്ങളിലും തള്ളിയ വാഹനങ്ങൾ വാഹനത്തിന്റെ ഉടമകളായ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ നീക്കാൻ തുടങ്ങി. ഇതിൽ അറ്റകുറ്റപ്പണി നടത്തിയാൽ ഇനിയും ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങളുമുണ്ട്. ജില്ല മുഴുവൻ ശുചിത്വം നടത്തുന്ന ശുചിത്വ മിഷന്റെ വാഹനവും തുരുമ്പെടുത്ത നിലയിൽ കളക്ടറേറ്റിൽ തള്ളിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ, കാർ, ട്രാക്ടർ, ഇരുചക്ര വാഹനങ്ങൾ, റോഡ് റോളർ തുടങ്ങി എല്ലാവിധ വാഹനങ്ങളും കളക്ടറേറ്റിൽ തള്ളിയത് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. ഇത് UTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനെ തുടർന്നാണ് കളക്ടർ തുരുമ്പെടുത്ത വാഹനങ്ങൾ നീക്കി കളക്ടറേറ്റും സിവിൽ സ്റ്റേഷൻ പരിസരങ്ങളും ക്ലീനാക്കുന്നതിന് കർശന നിർദ്ദേശം നൽകിയത്. കൃഷി വകുപ്പിന്റെ കീഴിലുള്ള വാഹനങ്ങൾ തീരെ ഓടിക്കാൻ പറ്റാത്ത വാഹനങ്ങൾ ഒരു 3 വാഹനങ്ങൾ ഇവിടുന്ന് കെട്ടിവലിച്ച് കൊണ്ടുപോയിട്ട് മറ്റേ കൃഷി വകുപ്പിൻ്റെ തന്നെ മലമ്പുഴ ഒരു ഫാമുണ്ട്, അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട്. 15 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് എടുത്ത വാഹനമുണ്ട്. ഇതൊക്കെ ഒരു 1.5 വർഷത്തോളം ഓടിക്കാം. പിന്നെ ഒരു 5 വർഷമുള്ള വണ്ടിയുണ്ട്, ആ വണ്ടികൾ ഓടിക്കാം. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടികളുണ്ട്, നിലവിലൂടെ കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആ വണ്ടികളൊക്കെ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ മാറ്റും. അപ്പോൾ ഞങ്ങളൊരു മാതൃകയായിട്ട് കൃഷി വകുപ്പ് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മളെ സാറത് ഒരു താല്പര്യം എടുത്തത് കൊണ്ട് മറ്റുള്ള വണ്ടികളൊക്കെ വളരെ പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി. ഇന്നലെ ഇവിടുന്ന് 3 വണ്ടികൾ ഇന്നലെ മാറ്റി. ബാക്കിയുള്ള ഒരു 15 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ്? ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ മാറ്റും. അവരൊക്കെ വണ്ടികളൊക്കെ വന്ന് നോക്കിയിട്ട് അപ്പുറത്തൊക്കെ കുറേ കിടക്കുന്നുണ്ട്. അപ്പുറത്തെ എല്ലാ വണ്ടികളും ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് മാറ്റും. അപ്പോൾ ഈ പ്രായോഗികതയുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ടല്ലോ, വണ്ടികൾ കിട്ടാൻ പറ്റുന്നതെല്ലാം വീണ്ടും 15 വർഷം കഴിഞ്ഞ വണ്ടികളാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 15 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് 20 വർഷമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചില വണ്ടികൾ ടെസ്റ്റ് എടുക്കാത്ത വണ്ടികളുണ്ട്. ഇതൊക്കെ ടെസ്റ്റ് എടുത്ത വണ്ടിയാണ്. ടെസ്റ്റ് എടുത്തിട്ട് ഇനിയിപ്പോൾ 2 വർഷം നിന്നു, ഇനിയിപ്പോൾ ഒരു 2 വർഷം കൂടി ഇത് കഷ്ടി ഓടിക്കാം. അങ്ങനെ ഓടിക്കാൻ പറ്റുന്നത് മെയിൻ്റെനൻസ് ചെയ്തിട്ട് ഓടിക്കും. അല്ലാത്ത വണ്ടികളൊക്കെ സ്ക്രാപ്പായിട്ട് പോകും. എന്തായാലും നല്ലൊരു കാര്യമാണ്. വെറുതെ ഇങ്ങനെ കെട്ടിക്കിടന്ന് ഒന്നാമത്തെ കാര്യം വെറുതെ കടന്ന് നശിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പാമ്പുകൾ അത് ഇതൊക്കെ വന്നിട്ടൊക്കെ കിടക്കുന്നുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു തീരുമാനമാണ് എന്തായാലും. വാഹനങ്ങൾ നീക്കി സ്ഥലങ്ങൾ ശുചിയാക്കി മറ്റു പ്രവൃത്തികൾക്കും വിനിയോഗിക്കാൻ കഴിയും. UTV ന്യൂസ്, പാലക്കാട്.